അല്ല, ഞാനിപ്പോ നിന്റെ അച്ഛനല്ലല്ലോ, മാമനല്ലേ. അപ്പൊ പിന്നെ എന്ത് വേണമെങ്കിലും ആവാലോ. അച്ഛൻ അങ്ങനെയൊന്നും പറയരുത്. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ അച്ഛനോട് പറഞ്ഞതല്ലേ എന്റെ മനസ്സിൽ അച്ഛനോടുള്ള സ്ഥാനം മാറില്ലെന്ന്. അതിലച്ഛന് വിശ്വാസമില്ലേ? അച്ഛന് ആ സ്ഥാനം മറന്നാണ് ഞാനിപ്പോ പെരുമാറുന്നതെന്ന് തോന്നിയോ? ഒരിക്കലും ഞാൻ അങ്ങനെ പെരുമാറില്ല. ഈ ലോകത്ത് എനിക്ക് ഇത്രയേറെ സ്നേഹം തന്ന അച്ഛനെയും അമ്മയും എനിക്ക് തള്ളിക്കളയാൻ പറ്റുമോ അച്ഛാ? പറ്റുമോ? പറയാ. ഞാൻ വീണ്ടും പറയാം, നീ അറിഞ്ഞ സത്യങ്ങൾ തുളസി അറിയേണ്ട സമയമായിട്ടില്ല. സമയമാകുമ്പോ നമുക്ക് പറയാം. അതുവരെ നീ അബദ്ധമൊന്നും കാണിക്കരുത്. എനിക്കിതൊന്ന് സത്യം മറന്ന് പെരുമാറാൻ നിൽക്കരുത്. നീ എന്തൊക്കെ പറഞ്ഞാലും ഇതിന് ഞാൻ നിന്ന് തരില്ല. തുളസി, നീ ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. ഇല്ല, എനിക്കൊന്നും മനസ്സിലാക്കണ്ട. ഈ നാടകം കളിക്ക് ഞാനില്ല. വിവാഹം പരിശുദ്ധമായൊരു ചടങ്ങാ. അത് അതിന്റേതായ രീതിയിൽ തന്നെ നടക്കണം. തുളസി, ഇത്രയും നാളെ നമ്മൾ ക്ഷമിച്ചില്ലേ, ഇനിയും ക്ഷമിക്കണം. ദുർഗാമ്മ നമ്മളെ അംഗീകരിക്കും. അവരുടെ അംഗീകാരത്തോടെ അനുഗ്രഹത്തോടെ തന്നെ നമ്മുടെ വിവാഹം നടന്നിരിക്കും. അതെനിക്ക് ഉറപ്പാ. അതല്ലാതെ ദുർഗാമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് അവരുടെ ശാപം ഏറ്റുവാങ്ങിക്കൊണ്ട് എനിക്ക് നിന്നോടൊത്തൊരു ജീവിതം വേണ്ട. ഇതെന്റെ ഉറച്ച തീരുമാനമോ. ഇനി ഇതൊരിക്കലും മാറൂല്ല. ദുർഗാമ്മയെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ഇലക്ഷനും അതിന്റെ തിരക്കൊക്കെ ആയിരുന്നില്ലേ, അതിനിടയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. 2 തുളസിഹാരം വേണം. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കാ കല്യാണം? കല്യാണോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ദുർഗാമ്മയുടെ മോനെ എനിക്ക് അറിയുന്നതല്ലേ. മോൻ കുറച്ചു മുമ്പ് ഇവിടെ വന്ന് 2 തുളസിഹാരം വാങ്ങിട്ട് പോയി. കല്യാണത്തിന് വേണ്ടിയാണെന്ന് പ്രത്യേകിച്ച് പറയുകയും ചെയ്തു. അയ്യോ, ആരുടെ കല്യാണം? അയ്യോ, ആദ്യേട്ടനും തുളസിയും തമ്മിലുള്ള കല്യാണമായിരിക്കോ? ആയിരിക്കും. അല്ലെങ്കിൽ എന്തിനാ ആദ്യേട്ടൻ ഹാരം വാങ്ങുന്നേ? ആന്റി, നീ ഒന്ന് വായടക്കടി. ആ കല്യാണം നടക്കൊന്നുമില്ല. തുളസി അവളുടെ അവസാനമായിരിക്കുന്നു. നീ വാ.
ദുർഗാമ്മേ ഹാരം. എന്തിനാടി ഈ ഹാരങ്ങള്? അതിപ്പം ദുർഗാമ്മ എന്തിനാ അറിയുന്നത്? എനിക്കറിയണം. ആന്റി, ഇത് ആദ്യേട്ടന്റെ ഇവളുടെ കല്യാണത്തിന് വേണ്ടി വാങ്ങിയതാ. ഇത് എന്റെ ആകെയുടെയും കല്യാണത്തിന് വേണ്ടി വാങ്ങിയതാ. നിന്നോട് ആരാ പറഞ്ഞേ? ഞങ്ങളുടെ കല്യാണത്തിന് വേണ്ടി വാങ്ങിയതൊന്നും അല്ല ഇത്. ഇനി അഥവാ കല്യാണത്തിന് വേണ്ടി വാങ്ങിയതാണെങ്കിൽ അത് നിങ്ങളിൽ നിന്ന് ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. അങ്ങനെയുള്ള പേടിയോ എനിക്കില്ല. ദുർഗമ്മയ്ക്ക് എന്നെ നന്നായിട്ട് അറിയാലോ. ഞാനും ആദ്യം തമ്മിലുള്ള കല്യാണം ഒരിക്കലും രഹസ്യമായി നടക്കില്ല. അത് പരസ്യമായിട്ട് തന്നെ നടത്തും. കൊന്നുകളയും നിന്നെ ഞാൻ. ദുർഗാമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടേ? എന്നെ കൊല്ലണോ? എങ്കിൽ കൊന്നോ. ഞാൻ എന്താ മുന്നിൽ തന്നെ നിക്കല്ലേ? ആദ്യം ഇവിടെ. ഓ, ആദ്യം ഇവിടെ ഒന്നും ഇല്ല. അവൻ ഇവിടെ ഉണ്ട്. എനിക്കതറിയാം. അവൻ തന്നെ ഈ ഹാരമൊക്കെ ഇവിടെ കൊണ്ടുവന്നത്. പൂക്കടയിലെ ആള് പറഞ്ഞല്ലോ ആദ്യേട്ടൻ 2 ഹാരം വാങ്ങിട്ട് പോയിന്ന്. ഓഹോ, അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ. ആദി, ഇറങ്ങി വന്നോ? ഇനി ഒളിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. എല്ലാം ദുർഗാമ്മയ്ക്കും ആതിരയ്ക്കും മനസ്സിലായി. ആദി, ഇറങ്ങി വാ. ദുർഗാമ്മ കാത്തു നിക്കാ. ആദ്യം ഇവിടെ ഉണ്ടെന്ന് ഇവള് ധൈര്യമായിട്ട് സമ്മതിക്കണമെങ്കിൽ അത് ഇവളുടെ അടവാ. ഇവള് നമ്മളെ പറ്റിക്കാൻ നോക്കുക. ആദ്യം ഇവിടെ ഉണ്ടെങ്കിൽ ഇവൾ ഒരിക്കലും അത് പറയില്ല. പഠിച്ച കള്ളിയാ ഇവള്. അപ്പൊ ഞങ്ങൾ ഊഹിച്ച പോലെ തന്നെ നിങ്ങൾ കല്യാണം നടത്താൻ നോക്കായിരുന്നല്ലേ? നിനക്ക് ആദ്യേട്ടനെ വിവാഹം കഴിക്കണം അല്ലേടി? നിന്നെ അതിനെ നിർത്ത്. ഇവളെ നമ്മളെ കളിപ്പിക്കാൻ നോക്കുക. ഇവിടെ ആദ്യം ഇല്ല. ആദ്യം ഇവിടെ ഉണ്ടെങ്കിൽ ഇവൾ ഇത്ര ധൈര്യത്തിൽ അവനോട് ഇറങ്ങി വരാൻ പറയില്ല. അയ്യോ, ദുർഗാമ്മ ആദ്യം ഇവിടെ തന്നെ ഉണ്ട്. വേണമെങ്കിൽ കയറി പരിശോധിച്ചു നോക്ക്. വാ. വേണ്ട, ഒരു പരിശോധനയുടെ ആവശ്യമില്ല. നിന്റെ അതിസാമർഥ്യം എന്നോട് കാണിക്കണ്ട. വാ, നമുക്ക് പോവാം. ഏതായാലും കല്യാണം നടത്താൻ ശ്രമിച്ചു എന്നുള്ളത് സത്യമാ. കൃത്യസമയത്ത് അവിടെ എത്തിയതുകൊണ്ട് അത് നടന്നില്ല. ആദ്യം തുളസി എത്ര നിഷേധിച്ചാലും ഞാനത് വിശ്വസിക്കില്ല. അല്ലെങ്കിൽ പിന്നെ ആ ഹാരങ്ങൾ എന്തിനാ അവിടെ വാങ്ങിവെച്ചത്? ഏതായാലും കല്യാണം നടക്കാത്തത് മഹാഭാഗ്യം. അത് നടന്നിരുന്നെങ്കിലേ ഇന്ന് ഈ വീട്ടിൽ എന്റെ ചിത ഉയർന്നേനെ. തുളസി ആദ്യം തമ്മിലുള്ള വിവാഹം നടന്ന പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല അപ്പച്ചി. ആദ്യ എന്റെ എല്ലാം. ഞാൻ ജീവിക്കുന്നത് തന്നെ അവന് വേണ്ടിയിട്ടാ. അവനെ അവള് തട്ടിയെടുത്ത ഞാനത് എങ്ങനെ സഹിക്കും അപ്പച്ചി? എനിക്കതൊരിക്കലും സഹിക്കാൻ പറ്റില്ല. അതെ, നീ ഒന്ന് സമാധാനിക്കേ. എന്തായാലും അതൊന്നും നടന്നില്ലല്ലോ. ഇതങ്ങനെ നിസ്സാരമായിട്ട് കണ്ടാലൊന്നും ശരിയാവില്ല. ഇന്ന് തന്നെ പൂക്കടയിൽ പൂ വാങ്ങാൻ പോയതുകൊണ്ടാ ഇതൊക്കെ അറിഞ്ഞത്. ഇനി ഒരു പക്ഷേ നമുക്കിതൊന്നും അറിയാനുള്ളൊരു അവസരം കിട്ടിയെന്ന് വരില്ല. ശരിയാണ്. ഇന്ന് നീ ഇത് അറിഞ്ഞതുകൊണ്ട്
തുളസി കുറച്ചുകൂടെ കരുതലെടുക്കും. ഇനി ഒരിക്കലും അവളുടെ പദ്ധതി പൊളിയാതിരിക്കാനുള്ള ശ്രമങ്ങൾ തുളസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. ഇനി നമ്മുടെ കൺവട്ടത്ത് വെച്ച് കല്യാണം നടത്താൻ തുളസി ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഞാനും ചിന്തിച്ചു. ആദിത്യനെ തന്ത്രപൂർവ്വം ഇവിടെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോയിട്ട് അകലെ എവിടെയെങ്കിലും വെച്ച് വിവാഹം നടത്താനാവും തുളസിയുടെ പ്ലാൻ. അതെ, ഇത് നടക്കാതിരിക്കണമെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ആദിത്യനെ നമ്മള് സുരക്ഷിതമായൊരിടത്തേക്ക് മാറ്റണം. അതൊന്നും ശരിയാവില്ല അപ്പച്ചി. ഷോ, നീ ഇങ്ങനെ വാശി പിടിച്ച പിന്നെങ്ങനാ? തുളസിയെ ഒതുക്കണമെങ്കിൽ ഇനി ബുദ്ധി മാത്രം പോരാ, അവളെ കായികമായിട്ട് തന്നെ നേരിടണം, അടിച്ചൊതുക്കണം. അതിന് പറ്റിയ ഗുണ്ടകളെയാ ഏർപ്പാടാക്കേണ്ടത്. ആ അതുകൊള്ള കയ്യും കാലും അടിച്ചൊടിച്ച് അവളെ കുറെ നാളത്തേക്ക് കട്ടിലീന്ന് എഴുന്നേൽക്കാനാവാത്ത വിധം കിടത്തണം. ആ സമയം കൊണ്ട് നമുക്ക് ആദിയും ആതിരയും തമ്മിലുള്ള വിവാഹം അങ്ങ് നടത്താം. അതെ, ഇനിയിപ്പോ അതേ ഉള്ളൊരു മാർഗം. പക്ഷേ ഈ ഗുണ്ടകളെ എങ്ങനെ കണ്ടെത്തും? ഞാൻ ഗുണ്ടകളെ തേടി ഇറങ്ങിയ പ്രസാദേട്ടൻ അത് കണ്ടെത്താൻ സാധ്യതയുണ്ട്. പ്രസാദേട്ടൻ അറിഞ്ഞാ പിന്നെ പ്രസാദേട്ടാ, 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 ഒന്ന് എഴുന്നേറ്റേ, ഒന്ന് എഴുന്നേറ്റോ പ്രസാദേട്ടാ. എന്താടോ, ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. തനിക്ക് ഉറക്കമൊന്നുമില്ലേ? താമൊന്ന് കിടന്നേ. പ്രസാദേട്ടാ, എനിക്കൊരു അത്യാവശ്യ കാര്യം ചോദിക്കാനുണ്ട്. എന്താ? തുളസിയുടെ വീട്ടിൽ എന്താ നടക്കുന്നത്? എടോ, എനിക്കൊന്നും അറിയില്ല. പ്രസാദേട്ടാ, വേണ്ട, എന്റെ മുമ്പിൽ അഭിനയൊന്നും വേണ്ട. പ്രസാദേട്ടന് അറിയാം അവിടെ എന്താ നടക്കുന്നതെന്ന്. എന്റെ പൊന്നു ദുർഗെ, എനിക്കൊന്നും അറിയില്ല. ഞാൻ അങ്ങോട്ട് പോയിട്ടുമില്ല, അവരോടൊന്നും സംസാരിച്ചിട്ടുമില്ല. എന്നാ അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയണം. അവിടെ തുളസിയും ആദ്യം തമ്മിലുള്ള കല്യാണത്തിന്റെ ഒരുക്കങ്ങളാ നടക്കുന്നതെങ്കിൽ അവിടെ കല്യാണമേള ഉയരുമ്പോ ഇവിടെ എന്റെ മരണകർമ്മങ്ങൾ നടക്കും. ദുർഗ, അവളുടെ സമ്മതത്തോടെ, ആശീർവാദത്തോടെ അങ്ങനെ വേണം കല്യാണം നടത്താൻ. നീ ഒന്ന് ക്ഷമിക്കുമോളെ. ഇത്തിരി വൈകിയാൽ അവളുടെ സാന്നിധ്യത്തിൽ, അവളുടെ അനുഗ്രഹത്തോടുകൂടി തന്നെ നമുക്ക് കല്യാണം നടത്താം. അല്ലെങ്കിൽ ഇവിടെ കല്യാണം നടക്കുമ്പോ അവിടെ ദുർഗ എനിക്കറിയില്ല. നിന്റെ എടുത്തുചാട്ടം ആപത്തിലേക്കാണ് മോളെ. ഇപ്പൊ തന്നെ ആകെ സമനില തെറ്റിയ അവസ്ഥയില്ല ദുർഗ. മുന്നും പിന്നും ചിന്തിക്കാതെ അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്തു പോയാ എനിക്ക് പിന്നെ ആരാ ഉള്ളത്? നീ എന്തടി ഒന്നും മിണ്ടാത്തെ? കഴിഞ്ഞോ? മാമൻ ഞാൻ പറയുന്നൊന്ന് എനിക്കൊന്നും കേൾക്കണ്ട. മാമൻ കേൾക്കണം. അത് കേട്ടാ മാത്രമേ ഞാൻ ചെയ്യാൻ പോകുന്ന എന്താന്ന് മാമന് മനസ്സിലാവൂ. ആ പറ. നീ എന്താ പറഞ്ഞേ? പൂജയും കർമ്മങ്ങളും ഒന്നും ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ലാന്ന്. ദേ സുലു, നീ വെറുതെ വേണ്ടാത്ത വർത്താനം ഒന്നും പറയരുത്. അവിടെ തുളസിയുടെ വീട്ടില് കല്യാണ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. നീ എന്താ കണ്ടേ? കല്യാണ ഒരുക്കങ്ങളാണ് അവിടെ നടക്കുന്നതെന്ന് നിനക്ക് എങ്ങനെയാ മനസ്സിലായത്? നീ അവിടുന്നാണോ വരുന്നത്? അതെ അപ്പച്ചി, ഞാൻ അവിടുന്ന് തന്നെയാ വരുന്നേ. യാദൃശ്ചികമായി ഞാൻ അവളുടെ വീടിന് മുന്നിൽ കൂടി വരുമ്പോഴാ അവിടുത്തെ ഒരുക്കങ്ങൾ ഞാൻ കാണുന്നത്. അവിടെ പന്തലിന്റെ പണിയും അലങ്കാരങ്ങളും ഒക്കെ നടക്കുക. ആ തുളസിയുടെ വീട്ടിൽ എന്തിനാ ഇപ്പൊ ഇങ്ങനൊരു പന്തലും അലങ്കാരങ്ങളും? അവിടെ ഇങ്ങനെ ഒരുക്കങ്ങൾ നടത്താൻ മാത്രം വേറെന്ത് വിശേഷമുള്ളത്? എന്റെ അറിവിൽ ഒരു വിശേഷവും ഇല്ല. അപ്പൊ ഇത് കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ തന്നെയല്ലേ? ദുർഗേച്ചിയോട് തുളസി നടത്തിയ വെല്ലുവിളി അവള് നാളെ യാഥാർത്ഥ്യമാക്കാൻ പോവുക.
നാളെ ആദിയുടെയും തുളസിയുടെയും വിവാഹം അവിടെ നടക്കും. പിന്നെ എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം, നമ്മുടെ പ്രസാദ് സാറും അവൾക്കൊപ്പം കൂടി അവിടെ അലങ്കാരങ്ങൾ നടത്തുക. സത്യം പറഞ്ഞാൽ അതിൽ അതിശയിക്കേണ്ട വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ആരും അറിയാതെ ആദിയും തുളസിയെയും വിവാഹം കഴിപ്പിച്ചിട്ട് ഏതോ വിദേശ രാജ്യത്തേക്ക് നാട് കടത്താൻ നോക്കിയ ആളല്ലേ സാറ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സാറിന്റെ ഒത്താശയോടും സമ്മതത്തോടും തന്നെയാ നാളത്തെ കല്യാണം. പിന്നെ എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം, നമ്മുടെ പ്രസാദ് സാറും അവൾക്കൊപ്പം കൂടി അവിടെ അലങ്കാരങ്ങൾ നടത്തുക. ഉറങ്ങുന്നുണ്ടെങ്കിലും മനസ്സുറങ്ങുന്നുണ്ടാവില്ല. നാളെ എന്റെയും ആദിയുടെയും കല്യാണം നടക്കുന്ന ടെൻഷൻ ഉള്ളിലുണ്ടാവും. ഒരു ഐഡിയ ഉണ്ട്. നീ എന്താ ചോദിച്ചത് കേട്ടില്ലേ? എന്താ പറ്റിയെന്ന്? അവളെ കൊല്ലണം. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നീ എന്ത് പിച്ചും പേയുമാ രാത്രിയിലിരുന്ന് പുലമ്പുന്നത്? അതെ, എനിക്ക് ഭ്രാന്ത. തുളസി, അവളെ കൊന്നിട്ടായാലും ആദിയും ആതിരയും തമ്മിലുള്ള കല്യാണം നടത്തിയേ പറ്റൂ. മംഗളെ, നീ ഇങ്ങനെ കാട് കയറി ചിന്തിക്കാതെ കിടന്നുറങ്ങിക്കേ. ഇല്ല, എനിക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല. ഞാൻ എങ്ങനെ ഉറങ്ങും? നാളെ ആദിയും തുളസിയും തമ്മിലുള്ള വിവാഹം നടന്ന ദുർഗ മാത്രമല്ല, ഞാനും തോറ്റുപോകും. ദേവമംഗലത്തോട് വർഷങ്ങളായി ഞാൻ കൊണ്ടു നടക്കുന്ന പക പിന്നീട് ഒരിക്കലും എനിക്ക് സാധിക്കാൻ പറ്റാതായിപ്പോ. ഞാനൊരു കാര്യം പറഞ്ഞ നിനക്കത് ഇഷ്ടമായി എന്ന് വരില്ല. എന്നാലും പറയാം, ചില മനുഷ്യർക്ക് ചിന്തിക്കാനും ആഗ്രഹിക്കാനും സ്വപ്നം കാണാനും മാത്രമേ സാധിക്കൂ. പക്ഷെ അന്തിമ തീരുമാനം ദൈവത്തിന്റേതായിരിക്കും. അത് നമുക്ക് അംഗീകരിച്ചല്ലേ മതിയാവും. പാതിരാത്രി ഉപദേശിക്കാൻ ഇറങ്ങിയിരിക്ക. നിങ്ങൾ പറഞ്ഞതിന്റെ ധ്വനി എന്താ? ആദിയും തുളസിയും തമ്മിലുള്ള വിവാഹം നടക്കുമെന്നല്ലേ? അല്ലേ? ആ കല്യാണം നടന്നു കാണാനാ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഞാനൊരിക്കലും അങ്ങനെ ചിന്തിക്കുന്നില്ല. അഥവാ നമ്മുടെ ആഗ്രഹത്തിന് വിപരീതമായി ആദിയും തുളസിയും വിവാഹിതരായാൽ അത് ദൈവനിശ്ചയമാണെന്ന് കരുതി സമാധാനിക്കാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞതായിരുന്നു. നിങ്ങൾ അങ്ങനെ സ്വയം സമാധാനിച്ചാ മതി. മംഗളെ അതിന് കിട്ടില്ല. തുളസി ആദിയെ കൊണ്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടിക്കൂ. തുളസി ആളത്ര നിസാരമൊന്നുമല്ല. അതുകൊണ്ട് അവള് ചിലപ്പോ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചെന്ന് വരാം. അയ്യോ,
അമ്മയും മോളും കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന കണ്ടപ്പോ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം. എനിക്ക് ഇങ്ങനെ അമ്മയും മോളും ഒരുമിച്ചുള്ള ജീവിതം എത്രയും പെട്ടെന്നുണ്ടായ മതിയായിരുന്നു അല്ലേ ഏട്ടാ? ഈ ജന്മത്തിൽ നമുക്കത് കാണാൻ പറ്റുമോ? അതൊക്കെ സാധിക്കും തന്നെ. തുളസി മോളെ കണ്ടപ്പോ സമാധാനായി. ഇനി ഞാനങ്ങ് പോവാം. ഞാൻ കൊണ്ടുവിടാം. അല്ല, വേണ്ട ഏട്ടാ, ഞാൻ പൊയ്ക്കോളാം. ആദി, ബഹളം വെക്കാതിരിക്കെ, ഞാൻ ഡോർ തുറക്കാം. അമ്മേ, അമ്മയാണോ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയേ? എന്നെ എന്തിനാ ഇതിനകത്ത് പൂട്ടിയിട്ടിരിക്കുന്നേ? ഞാനൊന്നും അല്ല നിന്നെ പൂട്ടിയിരിക്കുന്നത്. പിന്നെ ആരാ? എടാ, ഞാനൊന്ന് ചോദിക്കട്ടെ. സുലു, സുലു, ആദ്യം ആരാ മുറിയിലിട്ട് പൂട്ടിയേ? സുലു, സുലു, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ആദ്യം റൂമിലിട്ട് പൂട്ടിയത് ആരാന്ന്? ഇഷ്ടമായല്ലോ. സുലു, അമ്മേ. പ്രസാദേട്ടാ, ഞാൻ തന്നെ പൂട്ടിയിട്ടത്. ഏട്ടനോ? അല്ല, പ്രസാദേട്ടൻ എന്തിനാ ആദ്യം പൂട്ടിയിട്ടിരിക്കുന്നത്? തനിക്കൊരു പേടിയുണ്ടല്ലോ, ആദ്യമെങ്ങാനും ഇന്ന് തുളസിയെ കല്യാണം കഴിക്കുമെന്ന്. അതെനിക്കറിയാം. ആദ്യം നമ്മളറിയാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോയി തുളസിയെ കല്യാണം കഴിക്കാൻ പാടില്ല. അതുകൊണ്ടാ ഞാൻ അവനെ പൂട്ടിയിട്ടു. ഒരു മുൻകരുതൽ. പ്രസാദേട്ടാ, ഇനി ഈ നാടകമൊന്നും എന്നോട് വേണ്ട. എന്നെ കളിയാക്കിയത് മതി. ഇന്ന് തുളസിയുടെ വീട്ടിൽ നടക്കുന്ന ചടങ്ങ് എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അവിടെ ഒരു കല്യാണവും നടക്കാൻ പോകുന്നില്ല. അവിടെ നടക്കുന്നതേ ജയന്റെയും പ്രിയയുടെയും വിവാഹ വാർഷികമല്ലേ? എന്താ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? തന്നോട് താരാ പറഞ്ഞേ? അറിയിക്കാൻ ചുമതലപ്പെട്ടവരെ അറിയിച്ചില്ലെങ്കിലും ഞാനതറിയും. ഈശ്വരനായിട്ട് എന്നെ അറിയിച്ചു. പ്രസാദേട്ടന് ആദ്യം തുറന്നുവിടെ. അവൻ തുളസിയെ കല്യാണം കഴിക്കുമെന്നുള്ള പേടിയൊന്നും എനിക്കിപ്പോ ഇല്ല. എന്താ രണ്ടുപേരും ഇരിപ്പല്ലേ? എന്താ ഇരിക്കേ അവിടെ ഇരിക്കും. മോനെയും പ്രസയും കാണാതെ ഇവളാകെ വിഷമിച്ചിരിക്കായിരുന്നു. ഞങ്ങള് വരില്ലെന്ന് കരുതിയോടി നീ? ഞാൻ ഉറപ്പ് പറഞ്ഞതാ മാമനും ആദ്യം വരുമെന്ന്. പക്ഷെ പറഞ്ഞിട്ടെന്താ, നിങ്ങളെ കാണാതെ അമ്മയ്ക്ക് മനസ്സമാധാനം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ എന്റെ കുഞ്ഞനിയത്തിയുടെ വിവാഹം കഴിഞ്ഞിട്ട് 25 വർഷം കഴിഞ്ഞു.
എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുക. അതെ, നമുക്ക് ഇതുപോലെ വിവാഹം കഴിച്ച് വാർഷികം ആഘോഷിക്കണ്ടേ? ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ വെച്ച് നമ്മുടെ കല്യാണം നടന്നേനെ. എങ്കിൽ അത് മതിയായിരുന്നു. അതൊന്നും വേണ്ട മോനെ. നമ്മുടെ വിവാഹ സമയമാകുമ്പോൾ നടക്കും. അതുവരെ വെയിറ്റ് ചെയ്യാം. അതെ, എന്താ രണ്ടാളും കൂടെ? ഏയ് ഒന്നുമില്ല. ദുർഗേച്ചി പിണക്കത്തിലാണോ? എന്താ വരില്ലേ? അവളുടെ കാര്യങ്ങളൊക്കെ അവൾക്കല്ലേ അറിയൂ. ദുർഗാമ്മയുടെ ഫംഗ്ഷന് വരണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതാ. ചിലപ്പോ ഞാൻ പറ്റിച്ചതിന്റെ വിഷമം ദുർഗാമ്മയ്ക്ക് മാറിയിട്ടുണ്ടാവില്ല. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞത് വെറുതെ ആ പാവത്തിന് ടെൻഷൻ ആക്കണ്ടെന്ന്. പ്രസാദ് സാറിനോ ആദിക്കും ചേച്ചിയോട് എന്തെങ്കിലും തരത്തിലൊരു സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവര് തുളസി പറയും മുമ്പ് സത്യം ചേച്ചിയോട് പറയായിരുന്നല്ലോ. അവർക്ക് രണ്ടുപേർക്കും ചേച്ചിയെക്കാളും സ്നേഹം അവളോടാ. അതുകൊണ്ടല്ലേ അവര് തുളസിയോടൊപ്പം നിന്നത്. ചേച്ചി പ്രസാദ് സാറിനെ കണ്ണുടച്ച വിശ്വസിക്കുന്നത്. ദുർഗേച്ചി, ഞാൻ ഉള്ളത് പറയാലോ. ചേച്ചി സാറിനോട് കാണിക്കുന്ന ആത്മാർത്ഥതയും വിശ്വാസതയും മനസ്സലിവും ഒക്കെ ഒന്ന് സാറിന് തിരികെ ചേച്ചിയോടില്ല. ചേച്ചി ഇനി നോക്കിയും കണ്ടും പ്രസാദ് സാറിനോട് പെരുമാറിയില്ലെങ്കിലേ ചേച്ചിക്ക് ഉള്ള കാലം മുഴുവൻ ഇങ്ങനെ ഓരോ കാര്യത്തിന്റെ പേരിലും ദുഃഖിക്കേണ്ടി വരും. എല്ലാവരും ഒത്തുചേർന്ന് എന്നെ വഞ്ചിക്കുകയായിരുന്നു. ഇനി ഇവിടെ നിൽക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എന്നെ ഒറ്റപ്പെടുത്തിയവരോടൊത്ത് ഇനി എനിക്ക് ജീവിക്കണ്ട. എല്ലാവരും ചേർന്ന് ആന്റിയെ പറ്റിക്കായിരുന്നല്ലേ? അതിന്റെ സങ്കടവും വേദനയും ആന്റിക്ക് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അത് കാരണമായിരിക്കും ആന്റി വീട്ടിൽ ആരെ അറിയിക്കാതെ പോയത്. നീ ആരുടെ കാര്യം പറയുന്നത്? ആരാ ദുർഗമ്മയെ വേദനിപ്പിച്ചത്? ആദ്യേട്ടന് എന്തോ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ. ഇന്ന് ആദ്യേട്ടനും തുളസിയും തമ്മിലുള്ള കല്യാണം നടക്കുന്നല്ലേ ആന്റിയോട് പറഞ്ഞിരുന്നേ? അത് നിങ്ങൾ എല്ലാവരും കൂടി ആന്റി പറഞ്ഞു പറ്റിച്ചതല്ലേ? അങ്ങനെ ആര് ദുർഗാമ്മയോട് പറഞ്ഞു എന്നാ? ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഇന്ന് എന്റെയും ആദിയുടെയും കല്യാണമാണ് ഇവിടെ നടക്കുന്നതെന്ന് നീയും സുലു ആന്റിയും ദുർഗാമ്മയും സ്വയം ചിന്തിച്ചു കൂട്ടിയതല്ലേ? പിന്നെ ഇന്നിവിടെ വിവാഹമല്ല, അച്ഛന്റെ അമ്മയുടെയും വിവാഹ വാർഷികമാണ് നടക്കുന്നതെന്ന് നിനക്കും സുലു ആന്റിക്കും അറിയില്ലായിരുന്നെങ്കിലും ദുർഗാമ്മയ്ക്ക് സത്യം എന്താന്ന് അറിയായിരുന്നു. വിവാഹ വാർഷികത്തിന്റെ കാര്യം നീ ദുർഗയോട് പറഞ്ഞിരുന്നു? ആ, രാവിലെ തന്നെ ഞാൻ ദുർഗാമ്മയോട് പറഞ്ഞതാ. അപ്പൊ അത് തന്നെ കാരണം. സത്യം അറിഞ്ഞിട്ടും ഞാനോ ആദ്യോ അവളോടത് പറഞ്ഞില്ലല്ലോ. ഇവിടെ വിവാഹ വാർഷികമാണ് നടക്കുന്നതെന്ന് നീ പറഞ്ഞിട്ടല്ലേ ദുർഗ അറിഞ്ഞ്. അതവൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. എന്നോടും ആദ്യോടും ദേഷ്യം തോന്നിയിട്ടും ഉണ്ടാവും. അതുകൊണ്ടുള്ള പിണക്കത്തിലാവും അവള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയില്ലേ? ദുർഗേച്ചിയെ വെറുതെ പറ്റിക്കണ്ടായിരുന്നു. ഓ, ഇപ്പം ചേട്ടന് വീണ്ടും വിചാരം തോന്നുന്നുണ്ടല്ലേ? അച്ഛനായിരുന്നല്ലോ മകൾക്ക് ഫുൾ സപ്പോർട്ട്. എല്ലാത്തിനും കാരണക്കാരി ഇവളാ. ദുർഗേച്ചി തമാശ കളിപ്പിക്കാൻ ഇവൾക്ക് എന്ത് ഉത്സാഹമായിരുന്നു. ഇതൊന്നും വേണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. അപ്പൊ ഇവള് കേട്ടില്ല. ചെറിയൊരു കാര്യം മതി ദുർഗേച്ചിക്ക് പിണങ്ങാനും സങ്കടപ്പെടാനും. പാവത്തിന് നല്ല വിഷമം തോന്നിയിട്ടുണ്ടാവും. ആന്റിയെ എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണമെങ്കിലേ. അമ്മ എവിടെയാണെന്നൊരു സൂചന പോലുമില്ല. പിന്നെ നമ്മൾ എവിടെ പോയി തരെയും? ദുർഗെ, ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ നീ ആഹാരം എടുത്ത് കഴിച്ചേ. എനിക്ക് വേണ്ട പച്ചി. എനിക്ക് ഒന്നിനും തോന്നുന്നില്ല. മനസ്സിൽ നിന്ന് വിഷമം മാറുന്നതേയില്ല.
അതൊന്നും പറ്റില്ല. വിഷമം മാറണം, മാറ്റിയേ പറ്റൂ. ഇങ്ങനെ ദുഃഖിച്ചിരുന്ന എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? നീ പഴയതുപോലെ ഉഷാറാവണം. ഉഷാറായേ പറ്റൂ. നമുക്ക് ആദിയുടെയും ആതിരയുടെയും വിവാഹം നടത്തണ്ടേ? അത് വേണം. ആ, അതിന് ഇങ്ങനെ ഇരുന്നാ സാധിക്കില്ല. നിനക്ക് തുളസിയെ പരാജയപ്പെടുത്തണമെങ്കിലേ നിനക്ക് നല്ല ആരോഗ്യവും ബുദ്ധിയോ ഒക്കെ വേണം. ഇങ്ങനെ പട്ടിണി കിടന്ന് ചത്തുപോയ എന്ത് ചെയ്യും? ആഹാരം എടുത്ത് കഴിക്ക. നിന്റെ ഭർത്താവായിരിക്കും. പ്രസാദേട്ടൻ തന്നെയാ. ഓ, നീ ഫോൺ എടുക്കണ്ട, അവിടെ വയ്ക്ക. അവൻ പഠിക്കട്ടെ. ആ അപ്പച്ചി, ദുർഗ അവിടെ ഉണ്ടോ? ആ, അയ്യോ, ദുർഗയോ? അവൾ അവിടെ ഇല്ലേ? ഇല്ല. അല്ല, ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞാണോ അവള് പോന്നെ? അവള് ഒന്നും പറയാതെയാ ഇവിടുന്ന് പോയത്. അവൾ ഇങ്ങോട്ടൊന്നും വരാറേ ഇല്ല. അവളുടെ ഫോണിൽ വിളിച്ചു നോക്കിയില്ലേ? വിളിച്ചു, പക്ഷെ അവൾ എടുക്കുന്നില്ല. അതെന്താ അവള് ഫോൺ എടുക്കാത്തെ? അത് പിന്നെ ഇവിടെ ചില സംഭവങ്ങളൊക്കെ നടന്നു. ദുർഗയുടെ കാര്യം അപ്പച്ചിക്ക് അറിയാലോ. അവൾക്ക് ചെറിയ കാരണങ്ങളൊക്കെ മതിയല്ലോ ഇണങ്ങാനും പിണങ്ങാനും ഒക്കെ. അങ്ങനെ എന്തോ പിണങ്ങിയ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അതെ പ്രസാദേ, ഞാനിപ്പൊ പുറത്ത് നിൽക്കുക. ഏതായാലും ഞാനൊന്ന് വീട്ടിലെത്തിക്കോട്ടെ. അവൾ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ തിരികെ വിളിക്കാം. നീ അങ്ങോട്ട് കഴിക്ക. അപ്പച്ചി, ഞാനിനി എന്താ ചെയ്യേണ്ടത്? ദുർഗേ, നീ ഇല്ലാത്ത പ്രസാദിന് അവിടെ മനസ്സമാധാനത്തോടെ കഴിയാനാവൂന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അവൻ അതിന് പറ്റില്ല. അതുകൊണ്ട് തന്നെ നിന്റെ ഈ പിണക്കം അവസാനിപ്പിക്കാനുള്ള വഴി അവൻ നോക്കും. പ്രസാദേട്ടൻ കോംപ്രമൈസിന് വരുമെന്നാണോ അപ്പച്ചി പറയുന്നത്? അങ്ങനെ പ്രസാദേട്ടൻ കോംപ്രമൈസിന് വരുമെന്ന് കരുതി ഞാൻ ഇവിടുന്ന് പോന്ന പ്രശ്നമില്ല. അത്രമാത്രം വിഷമമാ പ്രസാദേട്ടൻ എന്റെ മനസ്സിലുണ്ടാക്കിയത്. പ്രസാദ് വരുമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് അവൻ വരാൻ സാധ്യതയുമില്ല. അവൻ ആദ്യേ പറഞ്ഞയക്കും. പണ്ടേ ഞാൻ ശാന്തേട്ടനുമായി പിണങ്ങി തറവാട്ടി പോകുമ്പോഴേ പിണക്കം തീർക്കാനേ ശാന്തേട്ടൻ മകളെ അയച്ചിരുന്നത്. മക്കളുടെ സങ്കടം കാണുമ്പോ നമ്മൾ അമ്മമാരുടെ മനസ്സ് അലിയുമല്ലോ. അതാണ് തന്ത്രം. അല്ല, അപ്പച്ചി എന്തിനാ മാമനുമായിട്ട് പിണങ്ങിയിട്ടുള്ളത്? നാണിക്കാതെ അപ്പച്ചി പറ. നിങ്ങൾ തമ്മിൽ എന്തിന്റെ പേരിലായിരുന്നു പിണക്കങ്ങൾ ഉണ്ടാവാറുള്ളത്? അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. അന്നത്തെ പ്രായം അതല്ലേ. ഒന്നും രണ്ടും പറഞ്ഞ് അത് വലിയ വഴക്കാവും പിണക്കാവും. ആ, അതൊക്കെ അവിടെ നിക്കട്ടെ. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഞാനൊന്ന് ചോദിക്കട്ടെ, പ്രസാദ് ആദ്യയെ പറഞ്ഞയച്ചാ നീ എന്ത് ചെയ്യും? ആദ്യെ കാണുമ്പോ ഞാൻ ചിലപ്പോ പിണക്കമൊക്കെ മറന്നു വരും അപ്പച്ചി. ഇതാണ് പാടില്ലാത്തത്. അവൻ വന്ന് കരഞ്ഞാലും കാല് പിടിച്ചാലും നീ നിന്റെ മനസ്സ് കൈവിടരുത്. പിണക്കം മാറ്റരുത്. നീ ഇങ്ങനെ തന്നെ ഇരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ വഴിക്ക് കാര്യങ്ങൾ വരൂ. ഇതൊരവസരമാണ്. ഇപ്പൊ നീ പിടിമുറുക്കണം. എങ്കിൽ കൈയോടെ ആതിരയുടെയും ആദിയുടെയും കല്യാണം ഉടനെ തന്നെ നടത്താൻ പറ്റും. നീ ഇപ്പൊ താഴ്ന്നു കൊടുത്താലേ എല്ലാം കൈവിട്ടു പോവും. ഇല്ല, അപ്പച്ചി പറഞ്ഞു തന്നെയാ ശരി. ഈ അവസരം ഒരിക്കലും പാഴാക്കാൻ പാടില്ല. ആദ്യം വന്ന് വിളിച്ചാലും ഞാൻ പോവില്ല. എന്റെ പിണക്കവും മാറ്റില്ല. ഈ അവസരം ഉപയോഗിച്ച് ആദ്യം ആതിരയും തമ്മിലുള്ള വിവാഹം നടത്താൻ ഞാൻ നോക്കും. എന്റെ ഈ പിണക്കം കാര്യമാക്കാതെ അവരെല്ലാവരും കൂടി എന്നെ അവഗണിച്ച് തുളസിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പോയാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അയ്യോ, നീ എന്ത് വിഡ്ഢിത്തരാ ദുർഗ ഈ പറയുന്നേ? മരിക്കേണ്ടത് നീയല്ല. ആത്മഹത്യ ചെയ്യേണ്ടത് തുളസിയും അവളുടെ കുടുംബമാണ്. ഇവിടെ ഇരുന്നു കൊണ്ട് അവളുടെ മരണം നമ്മൾ അറിയണം.
ഇതാണ് എന്റെ മോൻ. അവന് ഞാനില്ലാതെ അവിടെ സ്വസ്ഥത കിട്ടി കാണില്ല. പാവം കുട്ടി വിഷമിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടല്ലേ ഇത്ര പെട്ടെന്ന് അവൻ എന്നെ അന്വേഷിച്ചു വന്നത്. സോറി അമ്മേ, സോറി. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മ എന്നോട് ക്ഷമിക്കണം. അമ്മ ഇങ്ങനെ പിണങ്ങി മാറി നിൽക്കരുത്. അതെനിക്ക് സഹിക്കാൻ പറ്റില്ലമ്മേ. ഞാൻ അമ്മയുടെ കാല് പിടിച്ച് മാപ്പ് പറയും.